എൻ്റെ ഫേസിൽ അത്യാവശ്യം കുറച്ചധികം പിമ്പിൾസ് ഉണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് യാതൊന്നും എൻ്റെ ഫേസിൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അവർ പൈസ ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം. എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവർ ഒരാഴ്ച വന്നിട്ട് പറയും എൻ്റെ പിമ്പിൾസ് പോകാൻ കാരണം ഈ പ്രൊഡക്റ്റാണ്, അടുത്ത ആഴ്ച വന്നിട്ട് പറയും എൻ്റെ പിമ്പിൾസ് പോകാൻ കാരണം ഈ സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഫേസിൽ അതും ഇതും പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത്. നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അവർ കാരണമാണ് എനിക്കിങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എനിക്ക് കുറച്ചധികം പിമ്പിൾസ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്തു. എനിക്കിപ്പോൾ നല്ല കുറവുണ്ട്. ഓരോ ആൾക്കാർക്കും പിമ്പിൾസ് വരാനായിട്ട് പല കാരണങ്ങളാണ്. ഓരോരുത്തരുടെ സ്കിന്നും പല ടൈപ്പാണ്. അപ്പോൾ അതും ഇതും കേട്ട് നമ്മുടെ ഫേസിൽ പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത്. അവർക്ക് നല്ല പൈസ കിട്ടുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. തെറ്റാണെന്ന് അറിയാമെങ്കിൽ പൈസ കിട്ടുന്നതുകൊണ്ട് അവരത് ചെയ്യുന്നു. നമ്മളത് കേട്ടിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒന്നും മുഖത്ത് തേച്ചിട്ട് പണി വാങ്ങിക്കാനായിട്ട് നിൽക്കരുത്. ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് പൈസയാവും, എങ്കിലും നമുക്ക് വിശ്വസിക്കാം. സംഭവങ്ങളൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ഹോസ്പിറ്റലിൽ പോവുക, സാധനങ്ങൾ